പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം രൂക്ഷമാവുകയാണ്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമുദ്ര വ്യാപാര പാതകളിലൊന്നായ ഹോർമൂസ് കടലിടുക്കിന് സമീപം ഇറാൻ വിക്ഷേപിച്ച 4 ഡ്രോണുകൾ അമേരിക്കൻ സൈന്യം വെടിവെച്ച് തകർത്തതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നു. ഇതിന് പിന്നാലെ ഇറാന്റെ തീരദേശ റഡാർ നിരീക്ഷണ കേന്ദ്രങ്ങൾക്കെതിരെ അമേരിക്ക സൈനിക നടപടി സ്വീകരിച്ചതായും അറിയിച്ചിട്ടുണ്ട്. പുതിയ സംഭവ വികാസങ്ങൾ പശ്ചിമേഷ്യയിലെ സുരക്ഷാ സാഹചര്യത്തെ കൂടുതൽ സങ്കീർണമാക്കിയിരിക്കുകയാണ്. അമേരിക്കൻ പ്രതിരോധ വകുപ്പിന്റെ വിവരമനുസരിച്ച് ഹോർമൂസ് കടലിടുക്കിലൂടെ സഞ്ചരിക്കുന്ന അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിന് ഭീഷണിയാകുമെന്ന വിലയിരുത്തലിനെ തുടർന്നാണ് ഡ്രോണുകൾ തടഞ്ഞത്. തുടർന്ന് ഇറാനിലെ ഗോറുഖ് മേഖലയിലും ഖഷം ദ്വീപിലെ റഡാർ നിരീക്ഷണ സംവിധാനങ്ങൾ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയതായി അമേരിക്ക വ്യക്തമാക്കി. സമുദ്ര സുരക്ഷ ഉറപ്പാക്കുന്നതിനും അന്താരാഷ്ട്ര വ്യാപാര പാതകളെ സംരക്ഷിക്കുന്നതിനുമാണ് ഈ നടപടി എന്നാണ് അമേരിക്കയുടെ വിശദീകരണം. എന്നാൽ അമേരിക്കയുടെ ഈ നടപടിയെ ഇറാൻ ശക്തമായി അപലപിച്ചു. ഇത് തങ്ങളുടെ പരമാധികാരത്തിനെതിരായ അക്രമമാണെന്ന് ആരോപിച്ച് ഇറാൻ ആവശ്യമായ തിരിച്ചടി നൽകുമെന്ന് മുന്നറിയിപ്പ് നൽകി. മേഖലയിലെ അമേരിക്കൻ താൽപര്യങ്ങൾക്കെതിരെ നടപടികൾ സ്വീകരിച്ചതായും ഇറാൻ അവകാശപ്പെട്ടു. ഇതോടെ ഗൾഫ് മേഖലയിലെ സംഘർഷ സാധ്യത വീണ്ടും ഉയർന്നിരിക്കുകയാണ്. പേർഷ്യൻ ഉൾക്കടലിനെയും ഒമാൻ ഉൾക്കടലിനെയും ബന്ധിപ്പിക്കുന്ന ഈ ഇടുങ്ങിയ ജലപാത ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഊർജ്ജ വ്യാപാര പാതകളിലൊന്നാണ്. സൗദി അറേബ്യ, ഇറാഖ്, കുവൈറ്റ്, ഖത്തർ, UAE തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന എണ്ണയും പ്രകൃതിവാതകവും വലിയ തോതിൽ ഈ കടലിടുക്കിലൂടെയാണ് ലോക വിപണിയിലെത്തുന്നത്. വിദഗ്ധരുടെ കണക്കുകൾ പ്രകാരം ലോക സമുദ്രമാർഗ എണ്ണ വ്യാപാരത്തിന്റെ വലിയൊരു ശതമാനം ഹോർമൂസ് കടലിടുക്കിലൂടെയാണ് കടന്നു പോകുന്നത്. അതിനാൽ ഇവിടെ ഉണ്ടാകുന്ന ഏത് സൈനിക സംഘർഷവും ആഗോള എണ്ണവിലയെ നേരിട്ട് ബാധിക്കാറുണ്ട്. സുരക്ഷാ ഭീഷണി ഉയർന്ന കപ്പൽ കമ്പനികൾക്ക് കൂടുതൽ ഇൻഷുറൻസ് തുക നൽകേണ്ടി വരും. ചിലപ്പോൾ കപ്പലുകൾക്ക് വഴിമാറ്റി സഞ്ചരിക്കേണ്ടി വരാം. ഇതെല്ലാം അന്താരാഷ്ട്ര വ്യാപാര ചെലവ് വർദ്ധിപ്പിക്കും. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷത്തിന്റെ ചരിത്രവും വളരെ നീണ്ടതാണ്. 1979 ഇറാനിയൻ വിപ്ലവത്തിന് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം തകർന്ന നിലയിലായിരുന്നു. അമേരിക്കയുടെ പിന്തുണയുണ്ടായിരുന്ന ഷായുടെ ഭരണകൂടം പുറത്താക്കപ്പെട്ടതോടെയാണ് പുതിയ സംഘർഷാധ്യായം ആരംഭിച്ചത്. പിന്നീട് പതിറ്റാണ്ടുകളായി വിവിധ വിഷയങ്ങളിൽ ഇരു രാജ്യങ്ങളും പരസ്പരം ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇറാന്റെ ആണവ പദ്ധതി അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും വർഷങ്ങളായി ആശങ്കയോടെയാണ് നിരീക്ഷിക്കുന്നത്. ആണവായുധ നിർമ്മാണത്തിലേക്ക് ഇറാൻ നീങ്ങുകയാണെന്ന് അമേരിക്കയുടെ ആരോപണം. എന്നാൽ തങ്ങളുടെ ആണവ പദ്ധതി സമാധാനപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണെന്നാണ് ഇറാന്റെ നിലപാട്. ഈ തർക്കം കാരണം ഇറാനെതിരെ നിരവധി സാമ്പത്തിക ഉപരോധങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. 2020 ഇറാന്റെ പ്രമുഖ സൈനിക കമാൻഡറായ ഖസിം സുലൈമാനി അമേരിക്കൻ ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതോടെ സംഘർഷം പുതിയ തലത്തിലെത്തി. അതിനുശേഷം ഇറാനും അമേരിക്കയും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാവുകയും പശ്ചിമേഷ്യയിൽ നിരവധി തവണ സൈനിക ഏറ്റുമുട്ടലുകൾ അരങ്ങേറുകയും ചെയ്തു. നിലവിലെ സംഭവ വികാസങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ആശങ്ക സൃഷ്ടിച്ചിരിക്കുകയാണ്. കാരണം ഹോർമൂസ് കടലിടുക്കിലെ സുരക്ഷാ പ്രതിസന്ധി എണ്ണവില വർദ്ധിക്കാൻ കാരണമാകും. എണ്ണവില ഉയർന്നാൽ അതിന്റെ പ്രത്യാഘാതം ലോകമെമ്പാടുമുള്ള സാധാരണ ജനങ്ങളിലേക്കും എത്തും. ഇന്ധനവില വർദ്ധിക്കും, ഗതാഗത ചെലവ് കൂടും, ഉൽപാദന ചെലവ് ഉയരും. ഇതിലൂടെ വിവിധ രാജ്യങ്ങളിൽ പണപ്പെരുപ്പം വർദ്ധിക്കാനും സാധ്യതയുണ്ട്. ഇതിനിടെ ഗൾഫ് മേഖലയിലെ നിരവധി രാജ്യങ്ങൾ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. കുവൈറ്റ്, ബഹ്റൈൻ തുടങ്ങിയ രാജ്യങ്ങൾ സുരക്ഷാ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തിയതായിട്ടാണ് റിപ്പോർട്ട്. മേഖലയിലെ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് വിവിധ രാജ്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ലോകരാജ്യങ്ങളുടെ പ്രധാന ആശങ്ക ഈ സംഘർഷം ഒരു വലിയ യുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്നതാണ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടൽ പശ്ചിമേഷ്യയുടെ മാത്രമല്ല ആഗോള രാഷ്ട്രീയത്തിന്റെയും സമ്പദ് വ്യവസ്ഥയുടെയും ദിശയെ സ്വാധീനിക്കാൻ ശേഷിയുള്ളതാണ്. അതിനാൽ ഇരു രാജ്യങ്ങളും സ്വീകരിക്കുന്ന അടുത്ത നടപടിയിലേക്കാണ് ലോകത്തിന്റെ ശ്രദ്ധ. ഹോർമൂസ് കടലിടുക്കിൽ നടക്കുന്ന പുതിയ സംഭവവികാസങ്ങൾ ഒരു സാധാരണ സൈനിക ഏറ്റുമുട്ടൽ മാത്രമല്ല, ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഊർജ്ജ വ്യാപാര പാതയുമായി ബന്ധപ്പെട്ടതിനാൽ ഇതിന്റെ പ്രത്യാഘാതങ്ങൾ ആഗോളതലത്തിൽ അനുഭവപ്പെടാം. ഈ പ്രതിസന്ധി നയതന്ത്ര ചർച്ചകളിലൂടെ പരിഹരിക്കപ്പെടുമോ അതോ കൂടുതൽ വഷളാകുമോ എന്നത് വരും ദിവസങ്ങളിൽ വ്യക്തമാകും.